ഹലോ ഗെയ്സ്, അപ്പം നമ്മൾ ഇന്ന് പിള്ളേർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. മഴയൊക്കെയാണ്, എന്നാലും നമുക്ക് സ്കൂളിൽ പർച്ചേസിങ്ങിന് ഇപ്പോഴാണ് ഇറങ്ങാൻ സമയം കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോവുകയാണ്. അപ്പം നല്ല മഴയുണ്ട്, നോക്ക് വൈബൊക്കെ കണ്ടില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഏതോ വീട്ടിൽ പിടിച്ച് നിൽക്കുന്ന പൂവാണ്. അപ്പം ഞങ്ങളിതാ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് കണ്ട വിജനമായ വഴികൾ, വിജിലംബിച്ച് കിടക്കുന്ന വഴികൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. പോകുന്ന വഴി ഇതാണ്. നമ്മൾ ഈ മഴ ടൈമിൽ ഓരോ സ്ഥലത്തും ഓരോ വഴിയിലും കൂടെ പോകുമ്പോൾ വീഡിയോസൊക്കെ നമ്മൾ ഇടാറുണ്ട്. അത് ഓരോരോ വൈബാണ്. ഇപ്പം മഴ സമയമാകുമ്പോഴത്തേക്കും ഉള്ള വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. നമുക്കാണ് ഇവിടെ ബ്യൂട്ടി. വേറെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രോബ്ലംസൊക്കെ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ മഴ സമയത്ത് വീട്ടിൽ വെള്ളം കയറിയും വഴികളിലൊക്കെ വെള്ളം നിറഞ്ഞും റോഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിങ്ങിന് പറ്റാതെയൊക്കെ. നമുക്ക് ഇപ്പോൾ ഇവിടെ അത്രയും സീനില്ല. എന്നാലും ഇനി മുന്നോട്ട് ഈ മഴ എങ്ങനെയാകും എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതാ തോട്ടുകളിലൊക്കെ നിറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ട്. പാമ്പോ വല്ലതും ഉണ്ട്. ഇതാ ഇവിടെ ഒരു പാലമുണ്ട്. നമ്മൾ ഈ പാലത്തിൽ കൂടെ കയറിയാണ് പോകുന്നത്. അല്ലാതെ നൈസായിട്ടത് അവിടെ നിന്നാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നത്. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണോ എന്തോ. ഇത് അങ്ങോട്ടേക്കാണ് ഈ വെള്ളം പോകുന്നത്. നമ്മൾ നൈസായിട്ട് ആ പാലത്തെ കൂടെ കയറി ഇറങ്ങി ഇപ്പോഴത്തെത്തി. വാവ്. അപ്പം നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടിയായിരുന്നേ. അപ്പോൾ ബസ്സിലധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ ബസ്സിൽ ചാടി കയറി. അപ്പോൾ സീറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ബസ്സിലിരുന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണേ. അപ്പം ബസ്സിൽ എന്തായാലും കയറുന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പക്ഷേ ഇതായിരുന്നു അവസ്ഥ. നല്ല വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മഴ വരാനുള്ള ഒരു ടെൻഡൻസിയിലൊക്കെ നിൽക്കുമായിരുന്നു. ദൈവമേ മഴ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ശ്രീജയും കൂടെ മുന്നോട്ട് നടന്നു. എന്തായാലും ഞങ്ങൾ ചെന്ന് ഷോപ്പിലെത്തുന്നവരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഷോപ്പിൽ ചെന്ന് നമ്മുടെ പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവരുടെ സ്കൂളിലേക്ക് വേണ്ട കുറച്ച് യൂണിഫോമിൻ്റെ കുറച്ച് സംഭവങ്ങളും പിന്നെ നമ്മളുടെ സോപ്പും അങ്ങനെ കുറച്ച് അവർക്ക് വേണ്ട ആക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മേടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോരോ കടകൾ കയറി ഇറങ്ങി ഓരോരോ സാധനങ്ങൾ ഓരോരോ കടകളിൽ നിന്നായിട്ട് വാങ്ങിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് കടകളിലൊക്കെ അത്യാവശ്യ കടകളിലൊക്കെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ കടകളിലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ തിരക്കി പിടിച്ച് ഓരോന്നൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയൊക്കെ നമ്മൾ നിൽക്കുമായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാനൊക്കെ ആയിരുന്നു കൂടുതലും തിരക്ക്. പിന്നെ നോട്ട് ബുക്കും കാര്യങ്ങളും അങ്ങനെ ഒരു വശത്ത് അങ്ങനെ വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഈ മഴ സമയമെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ തട്ടിക്കുട്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വീട് പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. കാരണം ഒരെണ്ണം വാങ്ങിച്ചു ഇപ്പോഴായിരിക്കും അടുത്ത കാര്യം ഓർക്കുന്നത്. അങ്ങനെ ഓരോന്നെ വാങ്ങിച്ചതാ ഞങ്ങൾ അവസാനം ഈ പാലത്തിലെത്തി നിന്നു. ശ്രീജ ആദ്യമായിട്ടാണ് ഈ പാലത്തിൽ കയറുന്നതെന്ന് ശ്രീജ പറയുന്നത്. നമ്മുടെ അയൺ ബ്രിഡ്ജാണ്. അപ്പോൾ ഞങ്ങൾ പാലത്തിൽ അത് പുതിയതായിട്ട് ഇങ്ങനെ സെറ്റാക്കി നിർമ്മിച്ചെടുത്തതാണ്. കൊള്ളാം, നല്ല ഭംഗിയാണ്. ശ്രീജയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ശ്രീജ സാധാരണ ഹസ്ബൻഡിൻ്റെ കൂടെ വണ്ടിയിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി ബസ്സിലൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് പാലം കയറി ഇറങ്ങിയത് നല്ല ശുഭലക്ഷണമായിരുന്നു. ശ്രീജ ആദ്യമായിട്ട് പാലത്തിൽ കയറി മഴയത്തുള്ള യാത്രയാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മഴയത്ത് പോകുന്ന ഒരു വൈബ് തന്നെയാണ്. നമ്മൾ സൂക്ഷിച്ചെങ്ങോട്ടൊക്കെ പോകുവാണെങ്കിൽ അപ്പം നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സ് എടുത്തു. പിള്ളേരുടെ യൂണിഫോമിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി അവർക്ക് ബുക്സ് വാങ്ങിക്കാനായിട്ടുള്ള കാര്യത്തിനായിട്ടാണ് ഇനി പോകുന്നത്. അപ്പം അടുത്ത സെക്ഷൻ ബുക്സാണ്. അപ്പോൾ ബുക്സ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ മഴ വന്നു. ഇത്രയും നേരം മഴയില്ലാഞ്ഞിട്ട് പെട്ടെന്നാണ് മഴ ഇങ്ങനെ വന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വിശപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നേ. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണല്ലോ, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് ശ്രീജ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രീജയും ഞാനും കൂടെ പോയി. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിക്കാൻ ഓർത്തു. കാരണം നല്ല മഴയായിരുന്നു. പൊറോട്ടയും ബീഫും മഴയും എല്ലാം കൂടെ നല്ല വൈബ്. എന്തായാലും അങ്ങനെ ഞങ്ങൾ പൊറോട്ടയ്ക്കും ബീഫിനും ഓർഡർ കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊറോട്ടയും ബീഫും കയ്യിൽ വന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഫുഡടിയായിരുന്നു. കാരണം ഇത്രയേറെ കടകളൊക്കെ കയറി ഇറങ്ങി മഴയും കൊണ്ടൊക്കെ വന്നതുകൊണ്ട് ആകെപ്പാടെ ടയേർഡും കൂടെ ആയിരുന്നു.
അങ്ങനെ ഫുഡ് അടിച്ച് ഇതാ ഈ അവസ്ഥയിൽ അവസാനം എത്തിയപ്പോൾ ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാത്തൊരു കുഴഞ്ഞ അവസ്ഥയായിരുന്നു. ഇതാ കണ്ട ബാക്കി ഇത് ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ്. സത്യം പറഞ്ഞാൽ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല മഴയും കിടന്നുറങ്ങാനാണ് തോന്നിയത്. പിന്നെ നമുക്ക് എന്തായാലും പിള്ളേരുടെ കാര്യത്തിന് വന്നതല്ലേ എന്നോർത്ത് നമ്മൾ വേഗം തന്നെ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങി. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. എന്തായാലും മഴയത്ത് പോകാനാണ് എന്നോർത്ത് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തത്. അപ്പോൾ ഞങ്ങളിതായി മഴയത്ത് ഇങ്ങനെ മുല്ലയ്ക്കൽ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. ഞങ്ങളിതാ നല്ല കൊണ്ട മഴയത്താണ് പോകുന്നത്. അപ്പോൾ എന്തായാലും മഴ മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ട് മാറാത്തത് കൊണ്ട് പിന്നെ നമ്മൾ മഴയും കൊണ്ട് ഇങ്ങനെ പോവാണ്. എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പോൾ സ്കൂൾ പർച്ചേസിംഗ് ഒക്കെ തുടങ്ങിയത് കൊണ്ട് പിന്നെ നല്ല തിരക്കാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, മഴയായതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ എല്ലാവരും പുറത്താണ് ഗൈസ്. കടകളിലൊക്കെ നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാ നമ്മുടെ ബുക്കൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എല്ലാ സംഭവം ഉണ്ട്. ബുക്ക്, ബാഗ്, കുപ്പി, കൊട, പിന്നെ ചെരുപ്പ്, ഷൂസ്, സകല സാധനങ്ങൾ ഓൾ ഇൻ വൺ ഏരിയ എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ വന്നിട്ട് അവന്മാർക്ക് വേണ്ട ബുക്കും പിന്നെ നമ്മുടെ ബോട്ടിൽസും ടിഫിൻ ബോക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ട ക്രയോൺസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റി. വേറെ ഒരു സ്ഥലത്തും പോകേണ്ടി വന്നിട്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ നേരെ വീട്ടിലേക്ക്